നമ്മുടെ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിങ്കളാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്ക് ക്ഷണക്കത്തയച്ച് ചീഫ് സെക്രട്ടറി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് ക്ഷണക്കത്തയച്ചത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർക്കും ക്ഷണമുണ്ട്. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, സി ജോസഫ് വിജയിയെ വിളിക്കും എന്നത് ഇന്നലെ മുതൽ വരുന്ന വാർത്തയാണ്. വിജയ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ ക്ഷണം ഔദ്യോഗികമായിരിക്കുന്നു. എന്തൊക്കെ സൂചനകളാണ് ലഭിക്കുന്നത്? ഏതൊക്കെ പ്രമുഖ വ്യക്തികളായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടാവുക? രേണുക, വിജയെ ക്ഷണിച്ചേക്കും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ചീഫ് സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരം വിജയ്ക്ക് ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. വിജയ്ക്ക് പുറമെ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും ക്ഷണമുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ഇവർക്കെല്ലാം ക്ഷണമുണ്ട്. ഇവർക്ക് പുറമെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്വീന്ദർ സിംഗ് സുഖുവിന്, പിന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയ്ക്ക്, പിന്നെ അതുമാത്രമല്ല ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉൾപ്പെടെ ക്ഷണക്കത്ത് നൽകാൻ ആലോചനയിലുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഈ അവസാനം പറഞ്ഞ 3 പേർക്ക് ക്ഷണക്കത്ത് അയച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ആദ്യം പറഞ്ഞ ഈ കർണാടക മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും പിന്നെ തെലങ്കാന മുഖ്യമന്ത്രിക്കും പിന്നെ വിജയ്ക്കും നിലവിൽ ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിജയ് വരുമോ എന്നുള്ള ചോദ്യം. അത് തീർച്ചയായിട്ടും എല്ലാ വിജയ് ആരാധകരും, കേരളത്തിലുള്ള വിജയ് ആരാധകരുൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസുമായി വിജയ് ഒരു അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ 5 MLA-മാരെ തമിഴ്നാട്ടിൽ TVKയോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇവരോട് മന്ത്രിസഭയിൽ ചേരാൻ വിജയ് ആവശ്യപ്പെടുകയുൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സത്യപ്രതിജ്ഞ ഉടൻ തന്നെ വകുപ്പുകൾ തീരുമാനിച്ച ശേഷം ഉടൻ തന്നെ സത്യപ്രതിജ്ഞ നടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസുമായി ഒരു അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ അവസരത്തിൽ വിജയം സന്നിഹിതനാകാനുള്ള സാധ്യത അത് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല കേരളത്തിലുള്ള TVKയുടെ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ സജീവമാക്കാൻ വിജയ് ആരാധകർ ആലോചിക്കുന്നുണ്ട്. വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ ഇവിടെ തിരുവനന്തപുരത്തും അതുപോലെ കൊല്ലത്തും നിരവധി ആഘോഷങ്ങൾ ആരാധകർ സംഘടിപ്പിച്ചിരുന്നു. ബാലരാമപുരത്തുള്ള വിജയുടെ ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെ നിരവധി കിറ്റുകൾ അടക്കം വിതരണം ചെയ്യുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കണ്ടു. അതുപോലെ വയനാട്ടിലും വിജയുടെ ആരാധകർ ഒരു TVKയുടെ യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു നടപടിക്രമങ്ങളെല്ലാം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ വിജയ് ആരാധകർ ഒരു ആപ്പ് രൂപീകരിച്ച് TVKയുടെ മെമ്പർഷിപ്പ് അത് സജീവമാക്കാനുള്ള നീക്കങ്ങൾ നടത്തി വരികയാണ്. അങ്ങനെ TVKയുടെ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലേതുപോലെ കേരളത്തിലും കൂടുതൽ ഒരു സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി പരിഗണിക്കുകയാണെങ്കിലും വിജയ് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഇതുവരെ താരത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാലും വരുമെന്ന് തന്നെ നമുക്ക് മുൻകൂട്ടി കാണാം. അങ്ങനെ വരികയാണെങ്കിൽ അത് 10 വർഷങ്ങൾക്ക് ശേഷം ഒരു കോൺഗ്രസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിൽ കാണാനായി കാത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കൊരു ആശങ്കയായിരിക്കും. കാരണം വിജയെ കാണാനായിട്ട് വലിയ തോതിൽ വിജയ് ആരാധകർ അവിടെ തടിച്ചുകൂടാനും സാധ്യതയുണ്ട്. തീർച്ചയായും ഞാനും അത് ആലോചിച്ചു. ഈ വാർത്ത പറഞ്ഞപ്പോൾ തന്നെ ഞാനും അത് ആലോചിച്ചു. കാരണം മുന്നണി എന്ന നിലയിൽ തമിഴ്നാട്ടിൽ വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നുണ്ട് വിജയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ബന്ധം. അപ്പോൾ അത് ഊഷ്മളമാക്കുക എന്ന ഒരു ലക്ഷ്യം ഈ ക്ഷണത്തിന് പിന്നിൽ ഉണ്ടാകാം. പക്ഷേ വിജയ് വരികയാണെങ്കിൽ ഇവിടെ UDFന് അധികാരം കിട്ടി. UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരുന്നു. വി ഡി സതീശൻ വലിയ ജനവികാരത്തോടു കൂടി അദ്ദേഹം ഈ ഭരണത്തെ നയിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ എല്ലാ അട്രാക്ഷനും വിജയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്തായാലും വിജയ് വരികയാണെങ്കിൽ ഉണ്ടാവും. കേരളത്തിൽ തമിഴ്നാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയുടെ വിജയത്തിൽ ആഹ്ലാദിച്ചത് മലയാളികളാണ് എന്ന് പറയാം. വിജയ് ഫാൻസ് ആണ് എന്ന് പറയാം. അപ്പോൾ ആ അട്രാക്ഷൻ എന്തായാലും വിജയിലേക്ക് പോകാൻ മാത്രമായിരിക്കും വിജയ് വരികയാണെങ്കിൽ അത് ഉതകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വിജയ് വരുന്നു എന്നത് നമുക്ക് സന്തോഷമാണ്. ഏത് അതിഥികൾ വന്നാലും അവരെ സന്തോഷത്തോടെ ഉൾക്കൊള്ളുന്നവരാണ് മലയാളികൾ. അപ്പോൾ വിജയ് വരികയാണെങ്കിൽ വരട്ടെ. എന്തായാലും ക്ഷണം ഇപ്പോൾ ഔദ്യോഗികമായിരിക്കുന്നു.